നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഹൗ ടു ക്രിയേറ്റ് എ ഫോം ഇൻ ആർ വെബ് പേജ്. വാട്ട് ഇസ് എ ഫോം? ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഓൺലൈൻ ആപ്ലിക്കേഷൻസും ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫോംസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. പല വെബ്സൈറ്റിലും നമ്മളിങ്ങനെ പല ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫോംസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ നെയിം ഫില്ല് ചെയ്യണം അല്ലേ. നെയിം ഇതിനകത്ത് നമ്മൾ നമ്മുടെ പേര് ഫില്ല് ചെയ്ത് കൊടുക്കും. ദെൻ ഇതിനകത്ത് നെക്സ്റ്റ് മെയിലാണോ ഫീമെയിലാണോ എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കും. ഇതിനെ നമ്മൾ റേഡിയോ ബട്ടൺ എന്നാണ് പറയുക. മെയിലാണോ ഫീമെയിലാണോ ഇതിലേതെങ്കിലും ഒരെണ്ണേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഹോബീസ് കൊടുത്തിട്ടുണ്ട്. പ്ലേയിങ് ഗെയിംസ്, വാച്ചിങ് TV, റീഡിങ്. ഇതിന് ചെക്ക് ബോക്സ് എന്നാണ് പറയുക. ഇതൊന്നോ അതിൽ കൂടുതലോ എണ്ണം നമുക്ക് ടിക്ക് ചെയ്യാം. എന്നാൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതിലേതെങ്കിലും ഒരെണ്ണേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താഴെ ഈ ചെക്ക് ബോക്സിനകത്ത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ടിക്ക് ചെയ്യാം. ഇതിനെ നമ്മൾ ചെക്ക് ബോക്സ് എന്ന് വിളിക്കും. താഴെ കൊടുത്തിരിക്കുന്നു ഈ മുകളിൽ നെയിം എൻ്റർ ചെയ്യുന്നതിൻ്റെ വേറൊരു രൂപം. ഇത് കുറച്ചും കൂടെ വലുതാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ്, എൻ്റർ യുവർ അഡ്രസ്സ് വിത്ത് പിൻകോഡ് ഉണ്ടോ, ഇതുപോലെയുള്ള അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ദെൻ അടുത്തത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റേറ്റാണ്. കേരളയാണോ, തമിഴ്നാടാണോ, കർണാടകയാണോ, സോ ഇങ്ങനെ സ്റ്റേറ്റ് ഇൻപുട്ട് ചെയ്യാനും. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ ക്ലിയർ ബട്ടൺ, ഇനി എന്തെങ്കിലും ഇതിനകത്ത് കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ബട്ടൺ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സേവോ അല്ലെങ്കിൽ സെൻഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ബട്ടൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലേ, അവിടെ കാണാറുണ്ട്. ദെൻ അതിനകത്ത് സേവ് ബട്ടണോ സെൻഡ് ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണും അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഫോം. സോ ഇങ്ങനെയുള്ള ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഡാറ്റ എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സെർവറിലേക്കാണ് അത് സെൻഡ് ചെയ്യുന്നത് അല്ലേ. ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെർവറിലേക്കാണ്. ആ സെർവറിലെ ഡാറ്റാ ബേസിൽ നമ്മുടെ ഈ ഡാറ്റ കീപ്പ് ചെയ്യുന്നു. ഇനി അത് എന്തെങ്കിലും തരത്തിൽ പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കും സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാംസ്. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ച സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോം ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനെ നമ്മൾ അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ പ്രോഗ്രാംസിനെ നമ്മൾ പറയും ഫോം ഹാൻഡ്ലർ എന്നാണ് പറയുക. ഓക്കെ, ഫോം ഹാൻഡ്ലർ. സോ ഫോമിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ഫോം ഹാൻഡ്ലറാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫോം ഹാൻഡ്ലർ എന്താണെന്ന് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെർവറിലേക്കാണ്. ആ സെർവറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഫോം ഹാൻഡ്ലർ ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യും. സോ ഈ ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള ഫോം, ഇതിനെ നമ്മൾ ഓരോന്നിനെയും വിളിക്കുന്നത് ഫോം കൺട്രോൾസ് എന്നാണ്. സോ ഇവിടെ നമുക്ക് നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ഫോം കൺട്രോൾ ഉണ്ട്, അതിന് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് മെയിലോ ഫീമെയിലോ എൻ്റർ ചെയ്യാനുള്ളൊരു ഫോം കൺട്രോൾ ഉണ്ട്. അതിന് രണ്ടെണ്ണം ഇവിടെ ഇതിനകത്ത് ഈ ഫോം കൺട്രോളിനെ നമ്മൾ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നു. അടുത്ത ഫോം കൺട്രോൾ ചെക്ക് ബോക്സ്, ഇതിനെ അഡ്രസ് ബോക്സ്, അഡ്രസ്സ് എന്നല്ല, ഇതിന് ടെക്സ്റ്റ് ഏരിയ എന്നാണ് പറയുന്നത്. അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഏരിയ ടെക്സ്റ്റ് ഏരിയ. സോ ഇങ്ങനെയുള്ള കണ്ടോ, ഇവിടെ രണ്ട് ബട്ടൺ ഉണ്ട്, ക്ലിയർ ബട്ടൺ, സെൻഡ് ബട്ടൺ അല്ലേ. ഇതിന് നമ്മൾ ബട്ടൺസ് എന്ന് പറയുന്നു. സോ ഇങ്ങനെയുള്ള ഫോം കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നു. സോ ഈ ഫോം കൺട്രോൾസ് നമ്മുടെ ഫോമിനകത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഇങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കംപ്ലീറ്റ് കൺട്രോൾസും ക്രിയേറ്റ് ചെയ്യാനുള്ള ഡാറ്റ നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത് ഫോം എന്ന് പറയുന്ന ഒരു ടാഗിനകത്താണ്, ഫോം ടാഗിനകത്ത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഫോം ഇവിടെ ഉണ്ടാക്കി കാണിക്കാം. ഒരു സിമ്പിൾ ഫോമാണ്. ഇതിനെ ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കണ്ടോ. ഇതിനകത്ത് പേരുണ്ട്, നിങ്ങളുടെ പാസ്വേഡുണ്ട്. പേര് ടൈപ്പ് ചെയ്യാനും പാസ്വേഡ് ടൈപ്പ് ചെയ്യാനാണ്. അതിനകത്ത് ഞാൻ പേര് ടൈപ്പ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു പേര്. ഇപ്പം അഖിൽ എന്നുള്ളൊരു പേര് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി അവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് ഉണ്ടോ, പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഇതിനകത്ത് ഡോട്ടാണ് വരുന്നത്. പാസ്വേഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല.
ഇനി ഇത് സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്യാൻ ഞാൻ അതിനുള്ള പ്രോഗ്രാമോ കാര്യങ്ങളോ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സെൻഡ് ചെയ്യുമ്പം അത് ആ ഫോം ഹാൻഡിലറുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതിനുള്ള ഫോം ഹാൻഡിലറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് കേട്ടോ. സോ ഇങ്ങനെ ഒരു ഫോമിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിനുള്ള കോഡാണ് ഇവിടെ. സോ നോക്കുക, ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞു ഫോം എന്ന് പറയുന്ന ടാഗിനകത്താണ് ഈ കംപ്ലീറ്റ് ഡാറ്റയും ഈ കംപ്ലീറ്റ് കൺട്രോൾസും ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് നമ്മൾ എഴുതുന്നത്. കണ്ടോ, ഇത്രയാണ്. ഈ ഫോം ടാഗ് ഇവിടെ തുടങ്ങുന്നു, ഇവിടെ അവസാനിക്കുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് ചെറിയ ടെക്സ്റ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോട്ടിനകത്തേക്ക് വരാം. കണ്ടോ, ഇവിടെ ഈ ഫോം ടാഗിനകത്താണ് നമ്മൾ കംപ്ലീറ്റ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നത്, ഫോം എന്ന് പറയുന്ന ടാഗിനകത്ത്. ഓക്കെ, ഈ ഫോം ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം ആർ ദ മീൻസ് ടു കളക്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്ത്? ഫോം, വിച്ച് ഇസ് ദെൻ സപ്ലൈ ടു ദ ഫോം ഹാൻഡിലർ. ഇത് കളക്ട് ചെയ്തതിന് ശേഷം അത് ഫോം ഹാൻഡിലറിന് സപ്ലൈ ചെയ്യുന്നു. ഈ ഫോം ഹാൻഡിലർ എങ്ങനത്തെ സച്ച് ആസ് കോമൺ ഗേറ്റ്വേ, CGI, ജാവാസ്ക്രിപ്റ്റ്, PHP, ഇതൊക്കെ എന്താണ്? ഫോം ഹാൻഡിലേഴ്സ് ആണ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ഫോം എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നു. ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഫസ്റ്റ്. ആക്ഷൻ എന്ന് പറയുന്ന എന്താണ്? ടു ഗീവ് ദ URL ഓഫ് ഫോം ഹാൻഡിലർ. നമ്മളുടെ ഫോമിനകത്തുള്ള ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണോ പ്രോഗ്രാം അല്ലെങ്കിൽ ഏതാണോ കോഡ്, ആ ഫോം ഹാൻഡിലറുടെ URL ആണ് ആക്ഷൻ എന്ന് പറയുന്ന. അത് ചിലപ്പോൾ ഒരു ജാവ പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു PHP പ്രോഗ്രാം ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫോം ഹാൻഡിലറിൻ്റെ URL ആണ് ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് മെത്തേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഈ മെത്തേഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 2 വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ഗെറ്റ്, അടുത്തത് പോസ്റ്റ്. 2 മെത്തേഡ്സാണ്. എന്താണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോമിനകത്ത് കളക്ട് ചെയ്യുന്ന ഡാറ്റ സെർവറിലേക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 മെത്തേഡാണ്. ഒന്ന് ഗെറ്റ് മെത്തേഡ്, ഒന്ന് പോസ്റ്റ് മെത്തേഡ്. കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് പോസ്റ്റ് മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മെത്തേഡ് കുറച്ചും കൂടെ സെക്യൂർ ആണ്. സെക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ടും സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് പോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, നമുക്ക് 2 മെത്തേഡും യൂസ് ചെയ്യാം. എന്നാൽ ഗെറ്റ് മെത്തേഡ് നോർമൽ സെൻഡിങ്, അത്ര സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ സെക്യൂരിറ്റി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്തത് ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ടാർഗറ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് അതിന് ഏത് ഫ്രെയിം, നമ്മൾ നേരത്തെ കണ്ടു ഫ്രെയിം അല്ലേ. സോ ഈ ഫ്രെയിമിനകത്ത് നമ്മൾ ടാർഗറ്റിംഗ് ഫ്രെയിം പഠിച്ചപ്പോൾ നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തതാണ്. സോ അതുപോലെ ഇവിടെ ഏത് ഫ്രെയിമിനകത്താണ് നമ്മുടെ ഫോം ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്ത് ഈ ഫോം റൺ ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫോം ചെയ്യുമല്ലോ. ആ ഫോം ചെയ്യുന്ന സ്ക്രിപ്റ്റ് എവിടെ ഡിസ്പ്ലേ ചെയ്യണം? ഒരു ബ്ലാങ്ക് പേജിനകത്ത് ഒരു പുതിയ ലിങ്ക്ഡ് ഡോക്യുമെൻറ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണോ? അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യണോ? അല്ലെങ്കിൽ അതിനകത്തുള്ള ലിങ്ക് ആക്സസ് ചെയ്യുന്ന ഒരു പാരന്റ് ഡോക്യുമെൻ്റ് ഉണ്ട്, അതിനകത്ത് ഓപ്പൺ ചെയ്യണം. അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഓപ്പൺസ് ദ ഡോക്യുമെൻറ്റ്, ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺസ് ദ ഡോക്യുമെൻറ്റ് ഇൻ ദ മെയിൻ ബ്രൗസർ വിൻഡോ റീപ്ലേസിങ് എനി ഫ്രെയിം പ്രസൻറ്റ്. മെയിൻ ബ്രൗസർ വിൻഡോയിൽ എന്തെങ്കിലും ഫ്രെയിം ഓൾറെഡി അതിനകത്ത് റൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡോക്യുമെൻറ്റ് അതിൻ്റെ എറേസ് ചെയ്തിട്ട് അതിൻ്റെ മോഡിൽ ഡിസ്പ്ലേ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫ്രെയിമിനകത്ത് അല്ലെങ്കിൽ വിൻഡോയ്ക്കകത്ത് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വിൻഡോയുടെ നെയിം നമുക്ക് കൊടുക്കാം.
ഓക്കെ. സോ ഇങ്ങനെ ടാർഗറ്റ് എവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് ഈ ഫോം ഹാൻഡ്ലർ ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള കോഡ് എവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റ്. ഓക്കെ. അടുത്തത് ഡിഫറെൻറ്റ് ഫോം കൺട്രോൾസ് ആണ്. ഫോം കൺട്രോൾസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ തരം ഫോം കൺട്രോൾസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഫോം കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഫോം കൺട്രോളിനും ഓരോ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യണം. ആദ്യം ഫോം ടാഗ് യൂസ് ചെയ്യുക. ആ ഫോം ടാഗിനകത്ത് നമുക്ക് നെയിം എൻ്റർ ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മളൊരു ഇൻപുട്ട് ടാഗ് ഉപയോഗിക്കുക. ഒരു റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി അനദർ ഇൻപുട്ട് ടാഗ് ഉപയോഗിക്കുക. പിന്നെ ഒരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഇൻപുട്ട് ടാഗ്. അങ്ങനെ ഓരോ ഫോം കൺട്രോളിനും നമ്മൾ ഓരോ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യുന്നു. ഓക്കെ. ഈ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ആട്രിബ്യൂട്ടാണ് ഏത് ടൈപ്പ് ഫോം കൺട്രോളാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നത്. സോ ഇതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി അതല്ല പാസ്വേഡ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഞാൻ കണ്ടു, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഒരു ഔട്ട്പുട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. പാസ്വേഡിനകത്ത് നമ്മൾ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് അവിടെ കാണുന്നില്ല. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇപ്പം നെയിം ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ അഖിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ കണ്ടു. എന്നാൽ പാസ്വേഡ് അതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് പാസ്വേഡും, പക്ഷേ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് കാണുന്നില്ല. ലെറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് കാണില്ല. ഇതിനെയാണ് പാസ്വേഡ് ബോക്സ് എന്ന് പറയുന്നത്. പാസ്വേഡ് എന്ന് പറയുന്ന ഫോം കൺട്രോൾ ദ സെയിം ആസ് ടെക്സ്റ്റ് ബോക്സ്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സെയിം ആസ് ടെക്സ്റ്റ് ബോക്സ്, ബട്ട് ദ ക്യാരക്ടേഴ്സ് ആർ ഷോൺ ഇൻ കോഡഡ് ഫോം ലൈക്ക് ആസ്ട്രിക്സ് ഓർ ഡോട്ട്സ്. സോ ആസ്ട്രിക്സ് പോലെ അത് ആണ് കാണുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതേ ക്യാരക്ടർ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. അതാണ് പാസ്വേഡ്. അതൊരു ഫോം കൺട്രോളാണ്. ദെൻ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്, ചെക്ക് ബോക്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. യെസ് ഓർ നോ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ബോക്സ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത് റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയോ എന്ന് പറയുന്ന വാല്യൂ ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ്സ് എ റേഡിയോ ബട്ടൺ. ദെൻ അടുത്തത് റീസെറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ ബട്ടൺ യൂസ് ടു ക്ലിയർ ഓൾ ദ എൻട്രീസ് മെയ്ഡ് സോ ഫാർ. സോ റീസെറ്റ് ബട്ടൺ ഒരു ബട്ടൺ അവിടെ റീസെറ്റ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ എന്താണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ആ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് ബട്ടൺ. ക്ലിയർ കണ്ടോ, ഇതിനകത്ത് ക്ലിയർ, അതിനകത്തുള്ള കണ്ടന്റ് കംപ്ലീറ്റ് ക്ലിയർ ആയിപ്പോയി. സോ ഇതുപോലെയുള്ള ബട്ടണാണ് നമുക്കിവിടെ ബട്ടൺ എന്ന് പറയുന്ന പേരിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ റേഡിയോ ബട്ടൺ, ദെൻ അടുത്തത് റീസെറ്റ് ബട്ടൺ, ദെൻ സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ്സ് എ ബട്ടൺ ടു സബ്മിറ്റ് ഓൾ ദ എൻട്രീസ് ടു ദ സെർവർ. ദെൻ അടുത്തത് ബട്ടൺ ആണ്. നമുക്ക് എനി ടൈപ്പ് ഓഫ് ബട്ടൺ, വേറെ ഏതെങ്കിലും ഒരു, ഇപ്പോൾ റീസെറ്റ് ബട്ടണോ സബ്മിറ്റ് ബട്ടണോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടന്റ് കംപ്ലീറ്റ്, റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് കംപ്ലീറ്റ് ക്ലിയർ ആവും. പിന്നെ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഡാറ്റ സെൻഡ് ആവും. ദെൻ ഇനി ബട്ടൺ, വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇൻപുട്ട് കൺട്രോളിന് പേര് കൊടുക്കാനുള്ളത്, അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോഴാണ് ഈ നെയിം ആട്രിബ്യൂട്ടിൻ്റെ ആവശ്യം ശരിക്കും മനസ്സിലാവുന്നത്. അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഫോം കൺട്രോളിനും നമുക്ക് ഓരോ പേര് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെർവറിനകത്ത് സേവ് ചെയ്യുമ്പം ഈ പേരിനകത്ത് വരുന്ന വാല്യൂ ആണ് സേവ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനകത്തുള്ള വാല്യൂസ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കോഡ് എഴുതുമ്പം ഈ കൺട്രോളിൻ്റെ പേര് വെച്ചിട്ട് അതിനകത്തുള്ള വാല്യൂ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേര് കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ. സോ ഇതിന് വേണ്ടിയിട്ടാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, പേര് കൊടുക്കാൻ വേണ്ടി, കൺട്രോളിന് പേര് കൊടുക്കാൻ വേണ്ടി. ഓക്കെ. ദെൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ്, അതിൻ്റെ ക്യാരക്ടർ സൈസ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യാനുള്ള സൈസ്. അപ്പോൾ എത്ര ക്യാരക്ടർ സൈസ് കൊടുക്കണം എന്നുള്ളതാണ്. മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എത്ര ലെങ്ത് വരെ നമുക്കത് കൊടുക്കണം എന്നുള്ളതാണ്.
അതിനാണ് മാക്സ് ലെങ്ത്. ഇതൊക്കെ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോം കൺട്രോൾസ് കണ്ടു. അത് ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനെയാണ് ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, റീസെറ്റ് ബട്ടൺ. സോ ഇതെല്ലാം ഫോം കൺട്രോൾസ് ആണ്. ഫോമിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഫോം കൺട്രോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈ കോഡ് റൺ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നോക്കാം. നമ്മളിവിടെ HTML പേജ് ഓപ്പൺ ചെയ്ത്, HTML ആണ്. ഹെഡ്, ബോഡി ഞാൻ പിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു പിങ്ക് കളറിലാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഒരു പിങ്ക് കളറിലൊരു ഔട്ട്പുട്ട് ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഔട്ട്പുട്ട് വിൻഡോയ്ക്കുള്ളത്. ഇനി ബോഡിക്കകത്ത് പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോം യൂസ് ചെയ്യാണ്. ഫോം ടാഗ് യൂസ് ചെയ്തിട്ട് കണ്ടോ, ഇത്രയും ഏരിയ നമ്മൾ ഈ ഫോമിന് ഇതിനകത്ത് കാണുന്ന ഈ ഇത്രയും ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കോഡാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അതിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറയുന്നത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ C++ൽ ഡോക്യുമെൻറ്റേഷൻ കൊടുത്ത പോലെ നമുക്ക് HTML-ലും ഡോക്യുമെൻറ്റേഷൻ കൊടുക്കാം. ഇങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുന്നത് കേട്ടോ. ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദാറ്റ് ഈസ് ഓൺലി ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് പ്രോഗ്രാമറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് ഓൺലി ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ കോഡ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോം ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഞാൻ പറഞ്ഞു. ആക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട് ഫോമിന്. ആക്ഷൻ ഈ ഫോം ഹാൻഡ്ലറിൻ്റെ പേരാണ്. ജസ്റ്റ് login.php എന്ന് പറയുന്ന ഒരു PHP പ്രോഗ്രാമാണ് ഈ ഫോമിനെ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആ ആക്ഷൻ ഇവിടെ ഞാനൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ദെൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോം ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്? ഞാനിവിടെ പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കഴിഞ്ഞാൽ ഈ ഫോം എന്ന് പറയുന്ന ടാഗ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അതിനകത്ത് കൊടുക്കുന്ന നെയിം എന്ന് പറയുന്ന, കണ്ടോ, ഈ ഫോമിനകത്ത് വേറെ എന്താ ഉള്ളത് നിങ്ങൾ നോക്കാം. ഫോമിനകത്ത് നെയിം എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ട് അല്ലേ? നെയിം എന്ന് പറയുന്ന ലേബൽ അതൊരു പ്ലെയിൻ ടെക്സ്റ്റാണ്. അതുകൊണ്ട് ഞാനത് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ഇവിടെ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. നെയിം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോം കൺട്രോൾ, ഓരോ ഫോം കൺട്രോളിനും ഓരോ ഇൻപുട്ട് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സോ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തു. അതിന് ഫസ്റ്റ് നെയിം എന്ന് ഞാൻ പേര് കൊടുത്തു. നെയിം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം. ദെൻ അതിനൊരു 30 ക്യാരക്ടർ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് 30 ക്യാരക്ടർ സൈസിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ അതിൽ മാക്സിമം 25 ലെങ്ത് വരെ അതിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 25 ക്യാരക്ടേഴ്സ് വരെ അതിനകത്ത് മാക്സിമം ഇൻപുട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് മാക്സിമം ലെങ്ത്, മാക്സ് ലെങ്ത്. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന പേരിന് ഒരു 27 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പേര് ഇതിനകത്ത് കംപ്ലീറ്റ്ലി എൻ്റർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് 25 ക്യാരക്ടേഴ്സ് ലെങ്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് 30 or 50 ഒക്കെ ആക്കാം. ഓക്കെ, ദെൻ സൈസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ വിഡ്ത്താണ് ഈ സൈസിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 30 ക്യാരക്ടർ വിഡ്ത്തിലാണത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതിൻ്റെ സൈസ് ഹൊറിസോണ്ടൽ സൈസ്. സോ ഒരു 30 ക്യാരക്ടർ വിഡ്ത്തിൽ നമുക്കിതിന് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാം. പക്ഷേ ഇതിനകത്ത് 30 ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി 25 ക്യാരക്ടേഴ്സേ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് പാസ്വേഡ് അല്ലേ? ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഈ
ലേബൽ അടുത്ത ലൈനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഞാൻ ഇവിടെ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റിംഗ് എ പാസ്വേഡ് ഫോർ എൻട്രി പാസ്വേഡ്. ഓക്കെ, പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സ് ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു പാസ്വേഡ്. നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. എന്നാൽ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ടൈപ്പ് ഇസ് ഈക്വൽ ടു പാസ്വേഡ് ആണ്. കേട്ടോ, അപ്പോൾ ടൈപ്പിൻ്റെ വാല്യൂ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യും, പാസ്വേഡ് എന്നാണെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിന് പേര് പാസ്വേഡ് എന്ന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. സൈസ് 30 സൈസിലാണ്. ഇത് രണ്ടും ഒരേ ലെങ്ത്തിൽ ഉണ്ടോ. ഈ നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സും ഒരേ ലെങ്ത്തിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ അതിന് വേണ്ടി അതിൻ്റെ സൈസും ഞാൻ 30 കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ബ്രേക്ക് കൊടുത്തു. Now we have to create 2 buttons. One is a clear button and the other one is a send button. Okay, input type is equal to reset ആണ്. ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് ബട്ടൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ ക്ലിയർ എന്നാണ്. ദാറ്റ് മീൻസ് ഡിഫോൾട്ട് വാല്യൂ ക്ലിയർ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ക്ലിയർ എന്ന് കൊടുക്കും. ദെൻ അടുത്ത ടെക്സ്റ്റ് ബോക്സ് ഇത് രണ്ടും അടുത്തടുത്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടൺ ആണ്. അതിൻ്റെ വാല്യൂ സെൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ, വാല്യൂ ക്ലിയർ സെൻഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ റീസെറ്റ് എന്നും സബ്മിറ്റ് എന്നും പറയുന്ന 2 വാല്യൂസാണ് ഡിസ്പ്ലേ ചെയ്യുക. നമുക്കിതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ട ഔട്ട്പുട്ട്. ഓക്കെ, ഇനിയിപ്പം നോക്കുക, നമ്മൾ ഫോം ടാഗ് ഉണ്ട്, ഫോം ടാഗ് ആക്ഷൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നെയിം കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്. സോ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ ഔട്ട്പുട്ടിൽ നെയിമും പാസ്വേഡും ഒരേ ലെവലിലല്ല ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ ഒരേ ലെവലിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെയിം എന്ന് കൊടുത്തതിന് ശേഷം ആംബർസാൻഡ് NBSP കണ്ടോ, ആംബർസാൻഡ് NBSP എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മളിവിടെ യൂസ് ചെയ്യണം. ആംബർസാൻഡ് NBSP എന്ന് പറയുമ്പോൾ ഒരു സ്പേസ് അവിടെ നെയിം കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കും. വീണ്ടും ആംബർസാൻഡ് NBSP. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ആംബർസാൻഡ് NBSP കൊടുക്കുകയാണ്. ഒരു 3 സ്പേസ് ഞാൻ അവിടെ കൊടുത്തു, ആംബർസാൻഡ് NBSP. അപ്പോൾ കുറച്ചും കൂടെ നെയിം നേരത്തെ കണ്ടോ, നേരത്തെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ ഔട്ട്പുട്ട്. പിന്നെ ഞാൻ ആംബർസാൻഡ് NBSP കൊടുത്തപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് വന്നു. ഇനി വേണമെങ്കിൽ ഒരു ആംബർസാൻഡ് NBSPയും കൂടെ കൊടുത്താൽ ചിലപ്പം കറക്റ്റായിട്ട് വരുമായിരിക്കും. ഇപ്പോൾ കണ്ടോ, നെയിമും പാസ്വേഡും ഒരേ ലെവലിലാണ് നേരത്തെ. അപ്പം ആംബർസാൻഡ് NBSP എന്ന് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ സ്പേസ് ക്ലിയർ ആവാൻ വേണ്ടി, ഒരേപോലെ സ്പേസ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രേക്ക് ഒന്ന് ഒഴിവാക്കുകയാണ്. ഈ ബ്രേക്ക് ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, കണ്ടോ, പാസ്വേഡ് മുകളിലേക്ക് കയറിയില്ലേ. ഇപ്പം നെയിമും പാസ്വേഡും ഒരേ ലെവലിലാണ് വന്നത്. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഇപ്പം എന്തായി. അപ്പോൾ ബ്രേക്ക് എന്തിനാണ് കൊടുത്തത് നമ്മൾ, ഇവിടെ ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാണ്, ഓരോ കൺട്രോളും ഫോം കൺട്രോളും കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് എന്തുപയോഗിക്കണം, ബ്രേക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് എ പാസ്വേഡ്. പാസ്വേഡ് എന്ന് പറയുന്നത്, ഈ പാസ്വേഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആദ്യം ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ പാസ്വേഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് അതിന് നേരെ പാസ്വേഡ് എൻ്റർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് പോരെ, 2 ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ബ്രേക്ക് ഇടാം. അപ്പം കുറച്ചും കൂടെ സ്പേസ് അവിടെ വരും. കണ്ടോ, ഇപ്പോൾ ഇതിങ്ങനെയായി. ഇനി വീണ്ടും നമ്മൾ പാസ്വേഡ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നമുക്ക് അങ്ങനെ നമ്മൾ വേണം ഇതിനകത്തുള്ള ഓരോ ഫോം കൺട്രോൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസും അതിൻ്റെ എന്താ പറയുക അലൈൻമെൻറ്റൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആവശ്യത്തിന് സ്പേസും കാര്യങ്ങളും ബ്രേക്കൊക്കെ കൊടുത്തിട്ട് അതിനെ കുറച്ചും കൂടെ
ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യും. ഓക്കെ, സോ ഇനി നമ്മൾ ഇപ്പോൾ പാസ്വേഡ് ബോക്സ് നമ്മൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു പാസ്വേഡ് അല്ലേ കൊടുത്തിട്ട് നമ്മളൊരു 30 ക്യാരക്ടർ സൈസ്, ഈ 30 ക്യാരക്ടർ സൈസ് മാറ്റിയിട്ട് ഞാൻ ഇതിനെ ഒരു 20 ക്യാരക്ടർ സൈസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ എങ്ങനെയാണ് അത് ഡിസ്പ്ലേ ചെയ്യാമെന്ന് നോക്കാം. സൈസ് കുറഞ്ഞില്ലേ, പാസ്വേഡിൻ്റെ സൈസ് കുറഞ്ഞു. പാസ്വേഡിൻ്റെ സൈസ് ഞാൻ 30യിൽ നിന്ന് മാറ്റി 20 സൈസാക്കി. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞു. അപ്പം നമ്മൾ ഒരു അത്രയും നേരത്തെ അത്രയും ഒരു ഭംഗി അതിന് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, രണ്ടും ഒരേ ലെങ്ത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നെയിം നമ്മൾ 25 ക്യാരക്ടർ ഇതിനകത്ത്, ഇതിപ്പോൾ 30 ക്യാരക്ടർ സൈസ് ഇതിനകത്ത് ഈ ഇത്രയും വലുപ്പത്തിലൊക്കെ കാണുമെങ്കിലും ഇതിനകത്ത് 25 ക്യാരക്ടർ വരുന്നൊരു പേര് മാത്രമേ മാക്സിമം ടൈപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അത് ഞാനിവിടെ മാക്സ് ലെങ്ത്ത് 25 കൊടുത്തുകൊണ്ടാണ്. മാക്സ് ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, 50 ഒക്കെ ആക്കാം, അല്ലെങ്കിൽ 100 ആക്കാം, നമുക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം. ഇനി അടുത്തത് ഇൻപുട്ട് ടൈപ്പ് റീസെറ്റും ക്ലിയറും ബട്ടണാണ് അല്ലേ. റീസെറ്റ് ബട്ടണും ക്ലിയർ ബട്ടണും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇതിനകത്ത് റീസെറ്റ് ബട്ടൻ്റെ വാല്യൂ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വാല്യൂ ഡിഫോൾട്ട്, അതിനകത്ത് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്താ വന്നത്, റീസെറ്റ് നല്ല പേര് വന്നു. നേരത്തെ എന്തായിരുന്നു, ക്ലിയർ എന്നാണ് പേര് വന്നത്. അപ്പോൾ ഞാൻ എന്തായിരുന്നു, എന്താ ക്ലിയർ എന്നാക്കിയത് എങ്ങനെയാണ്, ഇതിനകത്ത് വാല്യൂ ഇസ് ഈക്വൽ ടു ക്ലിയർ എന്ന് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ക്ലിയർ വന്നത്. ഞാൻ ആ വാല്യൂ ഒഴിവാക്കിയപ്പം അത് റീസെറ്റ് എന്നുള്ള പേരിൽ വന്നു. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് പേര് കണ്ടോ, ഇതിൻ്റെ വാല്യൂ ഒഴിവാക്കിയപ്പോൾ അത് റീസെറ്റ് എന്നുള്ള പേരിലാണ് വന്നത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂസ്, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. സോ ഇതാണ് ഫോം. അപ്പോൾ നോക്കുക, ഓരോ ഫോം കൺട്രോളിനും നമ്മൾ 2 ബട്ടണാണ്, 2 ബട്ടണും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി 2 ഇൻപുട്ട് ടാഗ്സ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 4 ഇൻപുട്ട് ടാഗ്സാണ് യൂസ് ചെയ്തത്. ഏതൊക്കെയാണ്, ഒരെണ്ണം നെയിമിന് വേണ്ടി, ഒരെണ്ണം പാസ്വേഡിന് വേണ്ടി, ഒരെണ്ണം റീസെറ്റ് ബട്ടണിന് വേണ്ടി, ഒരെണ്ണം സെൻഡിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ 2 ബട്ടൺസിന് വേണ്ടി സെപ്പറേറ്റ് 2 ഇൻപുട്ട് ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ 4 ഇൻപുട്ട് ടാഗ്സ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോം കിട്ടി. ഇനി ഫോമിനെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. ഇതിനകത്ത് ഉപയോഗിക്കേണ്ട വീണ്ടും കുറേ ഫോം കൺട്രോൾസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഫോം കൺട്രോൾ ഉണ്ട്. അതെന്താണ് ടെക്സ്റ്റ് ഏരിയ, വാട്ട് ഈസ് ടെക്സ്റ്റ് ഏരിയ? അത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടോ, ഇതിപ്പോൾ ഈ ടെക്സ്റ്റ് ഏരിയ, ദിസ് വാസ് എ ടെക്സ്റ്റ് ബോക്സ് അല്ലേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് ടെക്സ്റ്റ് ഏരിയ? ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈനിൽ നമ്മൾ പേരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫോം കൺട്രോളാണ്. എന്നാൽ ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ടേക്ക് മോർ ദാൻ 1 ലൈൻ, ഒന്നിൽ കൂടുതൽ ലൈൻസ് അതിന് എടുക്കാം. അത് നമ്മളെ അഡ്രസ്സ്, അതുപോലെയുള്ള നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, റിമാർക്സ് അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോം കൺട്രോളാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഫോം. ഓക്കെ, ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഇൻ എ ഫോം. അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇതിന് പേര് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫോം ഹാൻഡ്ലറിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കൺട്രോളിനും പേര് കൊടുക്കുന്നത്. ദെൻ റോസ്, എത്ര നമ്പർ ഓഫ് റോസ് വേണം എന്നാണ് ഇതിനകത്ത്. ഇപ്പം എത്ര കൊടുത്തതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സൈസ്. ദെൻ ഒരു 10 റോ അല്ലെങ്കിൽ നമുക്കൊരു 15 റോസ്, 10 റോസ്, 6 റോസ്, എത്ര റോസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. എത്ര ലൈൻസ്, റോസ് എന്ന് പറഞ്ഞാൽ എത്ര ലൈൻസ് വേണം എന്നുള്ളത്. ദെൻ കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ഇൻ എ ടെക്സ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ അത് എത്ര ക്യാരക്ടർ സൈസാണ് ഈ ഡിസ്പ്ലേ വരേണ്ടതെന്നുള്ളതാണ്. എത്ര ക്യാരക്ടർ സൈസിലാണ് ഈ ഡിസ്പ്ലേ വരേണ്ടത്, അതാണ് കോളംസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം റോയും കോളമും, റോ സൈസും കോളം സൈസും, ഇതിൻ്റെ സൈസാണ് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. റോസ് ആൻഡ് കോളംസും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടാഗ്, ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫോൾട്ട് സെലക്ഷൻ കൊടുക്കാം. ഓക്കെ, വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇനി അടുത്ത നമ്മൾ സെലക്ട് ടാഗാണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ടാഗ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതാണ് സെലക്ട് ബോക്സ് എന്ന് പറയുന്നത്. സെലക്ട് ബോക്സ് ആണ്. ഇത് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ്. ഇതിനെ പറയുന്നത് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ്. ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കേരള, ഇപ്പോൾ തമിഴ്നാടാണ് സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ തമിഴ്നാട് സെലക്ട് ചെയ്യാം. ദെൻ കർണാടകയാണെങ്കിൽ കർണാടക സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഒരു വാല്യൂ സെലക്ട് ചെയ്യുക. സോ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെലക്ട് ബോക്സ്. ടു ക്രിയേറ്റ് ഡ്രോപ്പ് ഡൗൺ സെലക്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സെലക്ട് ടാഗ് മാത്രം യൂസ് ചെയ്താൽ പോലെ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഇപ്പോൾ എത്ര ഓപ്ഷൻസ് ഉണ്ട്? 4 ഓപ്ഷൻസ്. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. സോ ഈ 4 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ടാഗും ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഒരു സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടാഗ്സാണ് ഉപയോഗിക്കേണ്ടത്. ഒന്ന് സെലക്ട് ടാഗ്, പിന്നെ അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഓപ്ഷൻ ടാഗും നമ്മൾ യൂസ് ചെയ്യണം. ദെൻ സെലക്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ഈ കൺട്രോളിന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം കൺട്രോൾ നെയിം കൊടുക്കണം. ദെൻ സൈസ് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് എത്ര ഐറ്റംസ് ഇതിനകത്ത് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എത്ര ഐറ്റംസ് ആണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്? ഇപ്പോൾ ഇതിനകത്ത് 1 2 3 4 ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരൊറ്റ ഐറ്റം, കേരള എന്നുള്ള ഒരൊറ്റ ഐറ്റം മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. സോ അത് എത്ര ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കാണിച്ചു തരാം. അത് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ദെൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇനി മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ച് നമുക്കത് കൊടുക്കാം. ഓക്കെ, ദെൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ അത് ഡിഫോൾട്ട് സെലക്ഷൻ ആക്കി കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതിനകത്ത് കേരള എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ഫോം റൺ ചെയ്യുമ്പോൾ കേരളയാണ് വരിക. ഈ കേരള ഡിഫോൾട്ട് ഓപ്ഷനായി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെ ഡിഫോൾട്ട് ഓപ്ഷനായിട്ട് കൊടുക്കാൻ വേണ്ടി സെലക്റ്റഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. വാല്യൂ, അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഈ ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, വാല്യൂ ടാഗ് യൂസ് ചെയ്യാം. ഇനിയിപ്പം വാല്യൂ എന്ന് പറയുന്നത് എങ്ങനത്തെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഇപ്പം നമ്മൾ ഇതിനകത്ത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ 4 ഓപ്ഷൻസ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതല്ലാത്ത ഒരു 4ാമതൊരു ഓപ്ഷൻ, 5ാമതൊരു ഓപ്ഷൻ, വേറെ ഒരു ഓപ്ഷൻ, അതർ ഓപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് വാല്യൂ സബ്മിറ്റ് ചെയ്യാനുള്ള അതർ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് സെലക്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് നെയിം, സൈസ്, ദെൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം സെലക്ട് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ കാണിക്കണം എന്നുള്ളതാണ്. ദെൻ മൾട്ടിപ്പിൾ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിൻ്റെ ഓപ്ഷൻ ടാഗിൻ്റെ ഒന്ന് സെലക്റ്റഡ് എന്നാണ്. അത് ഒരു ED അവിടെ മിസ്സിംഗ് ആണ്. സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് സെലക്ഷൻ കാണിക്കാൻ വേണ്ടി. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡിഫോൾട്ട് ഇതിനകത്ത് വേറെ വാല്യൂസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇത്രയുമാണ് സെലക്ട് ടാഗ്. ഇനി അടുത്തത് നമുക്ക് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. വാട്ട് ഈസ് എ ഫീൽഡ് സെറ്റ്? ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഈ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഇത്രയും ഏരിയ കോണ്ടാക്റ്റ് ഇതെനിക്ക് ചെയ്ത് കാണിക്കാം. പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾക്ക് മൊബൈലിനകത്തൊക്കെ കാണുമ്പം ഈ
എന്താ പറയുക ഈ HTML ജീനിക്കകത്ത് കാണിക്കുമ്പം അതിൻ്റെ ടെക്സ്റ്റ് വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നോട്ട് വെച്ചിട്ട് തന്നെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഈ ഏരിയ മാത്രം കണ്ടോ, ഒരു ബോക്സിനകത്താണ് വന്നിരിക്കുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ, ഇത് ഒരു ഏരിയ മാത്രം ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ചില ഫോംസിൽ നമ്മൾക്ക് കാണാം അക്കാഡമിക് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ, ഫോർ ഓഫീസ് യൂസ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് അനദർ ഏരിയ അല്ലേ. സോ ഇതുപോലെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ഡാറ്റനെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ആയിട്ട് പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഫീൽഡ് സെറ്റ് ടാഗ്. ഓക്കെ, ഫീൽഡ് സെറ്റ് ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പം ഇതിനകത്ത് ഈ ഹോം അഡ്രസ്സ്, സ്റ്റേറ്റ്, ഫോൺ നമ്പർ, ഈ 4 ഫോം കൺട്രോൾസും ഞാൻ ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രം ഒരു ബോക്സിനകത്ത് വന്നു. ഇനി അതിന് ഇവിടെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നതിനകത്ത് കണ്ടോ, കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടാഗും ഇതിനകത്ത് ഒരു ചെറിയ ടെക്സ്റ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നെയിമിങ്. ഓക്കെ, കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു നെയിം. ഈ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ലെജൻഡ് ടാഗിനകത്ത് കോണ്ടാക്റ്റ് എന്ന് എൻക്ലോസ് ചെയ്തപ്പം ഈ ഗ്രൂപ്പിന്, ഫീൽഡ് സെറ്റിന്, ഈ ഗ്രൂപ്പിനൊരു ചെറിയ ലേബൽ അവിടെ വന്നു, കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ലേബൽ. സോ ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ലെജൻഡ് ടാഗ് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഫീൽഡ് സെറ്റ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഫീൽഡ് സെറ്റിന് നമ്മൾ ഓരോന്നിനും പേര് കൊടുക്കണം, ലേബൽ കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓഫീസ് യൂസ് ഓൺലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ലേബലിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് ഫീൽഡ് സെറ്റ് ടാഗിനകത്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. സോ ഈ ഔട്ട്പുട്ട് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കണ്ടോ, നമ്മളിവിടെ HTML കോഡ്, ഞാൻ ഈ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഔട്ട്പുട്ടിൻ്റെ HTML കോഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ HTML ഹെഡ് ബോഡിയൊക്കെ ഉണ്ട്, കളറ് പിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ദെൻ ഫോം, ആക്ഷൻ, മെത്തേഡ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം, ഫസ്റ്റ് നെയിം എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് നെയിമിന് സൈസ് 30, മാക്സ് ലെങ്ത് 25. സോ ഇവിടെ പേര് വന്നിട്ടുണ്ട്. നെയിമിന് വേണ്ടിയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബ്രേക്ക് 2 ബ്രേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് താഴോട്ട് സ്പേസ്, ഇവിടെ കുറച്ച് ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന റേഡിയോ ബട്ടണും ഈ ടെക്സ്റ്റ് ബോക്സും തമ്മിൽ ഒരു ഇത്തിരി സ്പേസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബ്രേക്ക് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടുത്ത ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് കമൻറ്റ്, അതിന് ആവശ്യമുള്ള പ്രോപ്പർ കമൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തത് ക്രിയേറ്റിംഗ് എ റേഡിയോ ബട്ടൺ, 2 റേഡിയോ ബട്ടൺസ്. ഇവിടെ 2 റേഡിയോ ബട്ടണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് കോഡാണ്? ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ, നെയിം ഇസ് ഈക്വൽ ടു ജെൻഡർ, ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ. റേഡിയോ എന്ന് പറയുന്ന ബട്ടണാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് റേഡിയോ എന്ന് കൊടുത്തു. അതിന് ജെൻഡർ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് ഫോം ഹാൻഡിലറിന് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ദെൻ അതിനകത്ത് വാല്യൂ, നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ, നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോം ഹാൻഡിലറിന് പാസ് ചെയ്യേണ്ട വാല്യൂ മെയിൽ എന്നാണ്. ഓക്കെ, ഈ റേഡിയോ ബട്ടണിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മെയിലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ഹാൻഡിലർ സെർവറിലേക്ക് മെയിൽ എന്ന് പറയുന്ന വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇവിടെ ഞാനൊരു മെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെയിൽ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു മെയിൽ എന്ന് ഡിസ്പ്ലേ കാണിച്ചിട്ടില്ലേ അല്ലേ? സോ ഈ റേഡിയോ ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മെയിൽ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്
ഇവിടെ ഈ മെയിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ വാല്യൂ ഇസ് ഈക്വൽ ടു മെയിൽ എന്ന് പറയുന്നത് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനുള്ള വാല്യൂ ആണ്. ഓക്കെ, അടുത്ത ഇൻപുട്ട് ബട്ടൺ ടൈപ്പ് ഇൻപുട്ടാണ്. അടുത്ത ഇൻപുട്ട് ടാഗ് ടൈപ്പ് റേഡിയോ ബട്ടൺ ആണ്. നെയിം ജെൻഡർ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, പേര്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഫീൽഡിൽ സെർവറിൽ ഫീമെയിൽ എന്ന് പറയുന്ന വാല്യൂ ആണ് സേവ് ചെയ്യുക. അഥവാ ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ ജെൻഡർ എന്ന് പറയുന്ന ഫീൽഡിൽ ഫീമെയിൽ എന്ന് പറയുന്ന വാല്യൂ അവിടെ സേവ് ചെയ്യും. മെയിലാണോ ഫീമെയിലാണോ എന്നാണ്. ദെൻ ഫീമെയിൽ, അടുത്ത ഈ ഫീമെയിൽ എന്ന് പറയുന്ന ഈ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്ന ഫീമെയിൽ ഇവിടെ ഈ ഫോമിനകത്ത് ഫീമെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻപുട്ട് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈപ്പ്, എന്ത് ടൈപ്പ് കൺട്രോളാണ്. ഈ നെയിം ഫോം ഹാൻഡ്ലറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നെയിമാണ്. ഇതിനകത്തുള്ള വാല്യൂ ഫോം ഹാൻഡ്ലർ നോട്ട് ചെയ്യേണ്ട വാല്യൂ ആണ്. ഈ ഫോം കൺട്രോളിൽ നിന്നും എന്ത് വാല്യൂ ആണ് ഫോം ഹാൻഡ്ലർ സേവ് ചെയ്യേണ്ടതെന്നുള്ള വാല്യൂ ആണ് ഈ വാല്യൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹോബീസ് എന്ന് പറയുന്ന ഒരു 2 ഹോബീസ് കേട്ടോ. നമ്മളിപ്പോൾ മെയിൽ ഫീമെയിൽ 2 റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 3 ചെക്ക് ബോക്സസ് ആണ്. ഓക്കെ, ആ ചെക്ക് ബോക്സസിനകത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് കണ്ടോ, ഹോബീസാണ്. ഇവിടെ ഹോബീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ലേബൽ ഇവിടെ ഹോബീസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ ഇൻപുട്ട് ടൈപ്പ്. ഇനി അതിനുശേഷം ഹോബീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ ലേബൽ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒരു ചെക്ക് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ചെറിയൊരു കള്ളി കണ്ടോ, ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കംപ്ലീറ്റ് ഇൻപുട്ട് ടാഗ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ചെക്ക് ബോക്സിൻ്റെ ഒരു ചെറിയ ബോക്സ് ഇവിടെ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഇൻപുട്ട് എന്ന പേരിൽ ഇൻപുട്ട് ടൈപ്പ് എന്താ കൊടുക്കുക, ഇൻപുട്ട് ടാഗിൻ്റെ ടൈപ്പ് ചെക്ക് ബോക്സ്, നെയിം ഹോബി, പേര് എങ്ങോട്ടാണ് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ്. നെയിമും വാല്യൂ ഒക്കെ കേട്ടോ, നെയിമും വാല്യൂ ഒക്കെ സെർവറിലേക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ്. ദെൻ പ്ലേയിങ് ഗെയിംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. പ്ലേയിങ് ഗെയിംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. അടുത്തത് രണ്ടാമത്തെ ഇൻപുട്ട് ടൈപ്പാണ് പ്ലേയിങ് ഗെയിംസ്. ഓക്കെ, പ്ലേയിങ് ഗെയിംസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ആ ലേബിൾ. ദെൻ രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സ് ആണ് ഇനി അടുത്ത ക്രിയേറ്റ് ചെയ്യേണ്ടത്, അടുത്ത ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് നെയിം ഹോബിയാണ്. സെയിം ഒരേ പേരിൽ ആണ്. ഏതൊക്കെ വാല്യൂസ് ഇതിൽ ഏതെങ്കിലും 1 or 2 ഒക്കെ സെലക്ട് ചെയ്താൽ ആ വാല്യൂസ് ഒക്കെ അവിടെ സെർവറിൽ സ്റ്റോർ ചെയ്യും. വാച്ചിങ് ടി വി ആണ് അടുത്തത്. വാച്ചിങ് ടി വി എന്നുള്ള വാല്യൂ സെർവറിൽ സ്റ്റോർ ചെയ്യും, അത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ അടുത്ത ഇൻപുട്ട് ബോക്സും ചെക്ക് ബോക്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 3 ചെക്ക് ബോക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ബ്രേക്ക് കൊടുത്തു. 3 ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരിത്തിരി സ്പേസ് അവിടെ 3 ലൈൻ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 ബ്രേക്ക് അവിടെ കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഫീൽഡ് സെറ്റാണ്. ഇവിടെ ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഏരിയയും നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്, ഫോൺ നമ്പർ ഏതാണ്, ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഫീൽഡ് സെറ്റ് ടാഗിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫീൽഡ് സെറ്റ് ടാഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഏരിയ എവിടം വരെ കൊടുത്തു നമുക്ക് ഇത് പോകുന്ന വഴിയിൽ നമുക്ക് നോക്കാം. ഫീൽഡ് സെറ്റ് ടാഗ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ലെജൻഡ് കോൺടാക്റ്റ്. ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലേബൽ, ആ ഫീൽഡ് സെറ്റിൻ്റെ ഒരു ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ലെജൻഡ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ടെക്സ്റ്റ് ഏരിയ ടാഗാണ്, യൂസ് ഓഫ് ടെക്സ്റ്റ് ഏരിയ ടാഗ്. അപ്പം ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഹോം അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഹോം അഡ്രസ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിലാണ് ഹോം അഡ്രസ്സ് എഴുതേണ്ടത്. ഓക്കെ, ആ ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഹോം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഏരിയ ഹോം അഡ്രസ്സ് ലേബൽ വന്നതിൻ്റെ ശേഷമാണ് ടെക്സ്റ്റ് ഏരിയ ടാഗ് തുടങ്ങുന്നത്. 10 റോ സ്പേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 10
റോസ് ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യാം. ദെൻ 10 കോളംസ് എത്രയാണ്? 30 ക്യാരക്ടേഴ്സേ ഇതിനകത്ത് നമുക്ക് ഒരു ലൈനിൽ 30 ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരും. കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ക്യാരക്ടർ സൈസാണ്. ഓക്കെ, ഇനി അതിൻ്റെ പേര് അഡ്രസ്സ് എന്നാണ്. ഇതിൻ്റെ അഡ്രസ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫോം ഹാൻഡ്ലറിന് അഡ്രസ്സ് എന്നുള്ള പേരിലാണ് ഡാറ്റ പോകുന്നത്. ഓക്കെ, എൻ്റർ യുവർ അഡ്രസ് വിത്ത് പിൻ കോഡ്. ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന ടാഗിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റർ യുവർ അഡ്രസ് വിത്ത് പിൻ കോഡ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഇതിനകത്തൊരു എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ പക്ഷേ ഇതെല്ലാം എറേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് എന്തോ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ബ്രേക്ക്. ഇവിടെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് അടുത്ത ഫോം കൺട്രോൾ എന്താണ്? കേരള. ഇതൊരു സെലക്ട് ബോക്സ് ആണ്. കണ്ടോ, ദിസ് ഇസ് എ സെലക്ട് ബോക്സ്. ഈ സെലക്ട് ബോക്സിനകത്ത് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. സെലക്ട് ബോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സെലക്ട് ബോക്സിനകത്ത് സെലക്ട് എന്ന് പറയുന്ന 2 ടാഗിനെടുക്കാണ് സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കോഡ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ പേര് സെലക്ട് ബോക്സിനകത്ത് വരുന്ന വാല്യൂസ് സെർവറിൽ സേവ് ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിലാണ്. മനസ്സിലാവുണ്ടോ? സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരിലാണ് ഇതിനകത്ത് നിന്ന് വരുന്ന വാല്യൂസ് സേവ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് 1 കൊടുത്തിട്ടുണ്ട്. സൈസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പം കേരള ഒരൊറ്റ വാല്യൂ മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ബാക്കിയെല്ലാം സ്ക്രോൾ മെനു യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 എന്ന് കൊടുത്താൽ മതി. സൈസ് 1 പകരം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 വാല്യൂസ് സെലക്ട് ചെയ്തിടും. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 വാല്യൂസ്, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 വാല്യൂസ് ഇതിനകത്ത് സെലക്ട് ചെയ്ത് വെക്കും. ഇതിങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കാണും 4 വാല്യൂസും. ഓക്കെ, അതിനകത്ത് നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഒരു വാല്യൂ കേരള എന്നുള്ള ഒരു ഡിഫോൾട്ട് വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഓപ്ഷൻ. ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുക്കാനാണ്. ഇതിനകത്ത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഒക്കെ ഉണ്ട്. ആ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഓപ്ഷൻ 1 വാല്യൂ കേരള സെലക്റ്റഡ്. വാല്യൂ കേരള സെലക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഫോൾട്ടായിട്ട് കേരള സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ വാല്യൂ ഇപ്പം ഇതിനകത്ത് നമ്മൾ കേരളയാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് കേരള എന്നാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെർവറിലേക്ക് പോകുന്ന വാല്യൂ കേരള ആയിരിക്കും. അതാണ് ഈ വാല്യൂ. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കേരളയാണ് ഇതിനകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ്. ഓക്കെ, സോ ഇവിടെ കേരള എന്ന് കൊടുത്താൽ ആ ടെക്സ്റ്റാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ഒന്നും ഈ കേരള എന്ന് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ അതിനകത്തൊന്നും ഈ സെലക്ട് ബോക്സിനകത്ത് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്ത് ഒന്നും ഡിസ്പ്ലേ ചെയ്യില്ല. സോ ഇതിനകത്ത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് ഈ ബ്ലാക്ക് ലെറ്റേഴ്സിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഐറ്റംസ് ആണ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിലേക്ക് പോകുന്ന വാല്യൂ ആണ് കേരള, തമിഴ്നാട്. ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ബോക്സ് ക്ലോസ് ചെയ്തു. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഓപ്ഷനാണ് ടെക്സ്റ്റ് ബോക്സ് ടു കളക്ട് ഫോൺ നമ്പർ വിത്ത് ഡിഫോൾട്ട് വാല്യൂ +91. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിരിക്കുന്നു. ടൈപ്പ് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഫോൺ നമ്പർ എന്നാണ് അതിൻ്റെ പേര്. സൈസ് 13 ക്യാരക്ടർ സൈസാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +91 ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിരിക്കുകയാണ്. കേരളയാണെങ്കിൽ +91 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാം. ഓക്കെ, ദെൻ മാക്സ് ലെങ്ത് 13 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 13 സൈസിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. 13 സൈസിൽ അതിനകത്ത് ക്യാരക്ടേഴ്സും. ഇനി ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഈ കേരള എന്ന് പറയുന്ന ഇതിൻ്റെ അത്ര സൈസിലൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ഡിസൈൻ ചെയ്യാം. അതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇവിടെ ഈ സൈസ് കുറച്ച് കഴിഞ്ഞാൽ
ഈ സൈസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സൈസ് വേണമെങ്കിൽ കുറയ്ക്കാം. അതിനകത്ത് മാക്സിമം 13 ക്യാരക്ടേഴ്സേ ഇൻപുട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഈ ഫോമിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 കണ്ടോ. അപ്പം ഫോൺ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫീൽഡ് സെറ്റ് ക്ലോസ് ചെയ്തു. ഫീൽഡ് സെറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിംഗ് അവസാനിപ്പിക്കും. കണ്ടോ, ഈ ഗ്രൂപ്പ് ഫീൽഡ് സെറ്റ് ടാഗിനകത്ത് കൊടുത്തത് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നമുക്ക് ഫീൽഡ് സെറ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് ഇതിനകത്ത് 2 ഐറ്റംസും കൂടെ കൊടുക്കാനുള്ളൂ. ഒരു ക്ലിയർ ബട്ടണും ഒരു സെൻഡ് ബട്ടൺ. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഇങ്ങനെയാണ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോമിനകത്ത് നമ്മളിപ്പോൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു? നെയിം ക്രിയേറ്റ് ചെയ്തു, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന 2 റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തു, ദെൻ 3 ചെക്ക് ബോക്സസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫീൽഡ് സെറ്റ് ടാഗ് ഉപയോഗിച്ചതിന് ഗ്രൂപ്പ് ചെയ്തു, അതിനൊരു ലേബൽ ലെജൻഡ് ടാഗ് ഉപയോഗിച്ച് അതിനൊരു ലേബൽ കൊടുത്തു, അതിനകത്തൊരു ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്തു, ഒരു സെലക്ട് ബോക്സ് എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്തൊരു ഫോൺ നമ്പർ കളക്ട് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു, 2 ബട്ടൺസും ക്രിയേറ്റ് ചെയ്തു. സോ ഇത്രയുമാണ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയുമാണ് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് വേറെ ഒന്നും പഠിക്കാനില്ല. ഈ ചാപ്റ്റർ എല്ലാം തീർന്നിട്ടുണ്ട്. നമ്മളിപ്പം ഒരുപാട് കൺട്രോൾസൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഫോം കൺട്രോൾസ് പഠിച്ചു. ഫീൽഡ് സെറ്റ് ടാഗ് പഠിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. HTML provides dash to input data through a web page. അതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള ഈ 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തുക. ദെൻ അതിൻ്റെ ഇനി നമ്മൾ സാധാരണ ഇപ്പം റീസെൻറ്റ് വേർഷൻ HTMLൻ്റെ റീസെൻറ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ HTML5 ആണ്. ഓൾമോസ്റ്റ് എല്ലാ പുതിയ വരുന്ന എല്ലാ സിസ്റ്റത്തിലും, എല്ലാ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. HTML റീസെൻറ്റ് വേർഷൻ കേട്ടോ. ഇത് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം, അതുപോലെ ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജി വർക്കിംഗ് ഗ്രൂപ്പ്. സോ ഈ 2 ടീമും കൂടെ ജോയിൻ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന HTML5, അതിൻ്റെ ഐക്കൺ നിന്ന് ശ്രദ്ധിക്കുക. HTML5 ആണ് റീസെൻറ്റ് വേർഷൻ ഓഫ് HTML. ഓക്കെ, ഇതിന് പുതിയ ഫീച്ചേഴ്സ് ലൈക്ക് വീഡിയോ പ്ലേബാക്ക്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്, പുതിയ വേർഷൻ ഓഫ് HTML. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. നിങ്ങൾക്ക് HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരുവിധം ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാനും അതിനകത്ത് ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു എന്നുള്ളത് ഞാൻ ഉറപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.